ഹായ് ആർച്ചാച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പൂ പറിക്കാൻ വേണ്ടി പോവുകയാണ്. അനിയനെയും കൂട്ടി പൂ പറിക്കാൻ പോയാണിതേ. അവളെ വിളിച്ചിട്ട് വന്നില്ല, മടിച്ച് പോത. കണ്ട കണ്ട ഹായ്, നല്ല കാറ്റ് നല്ല കാറ്റ് നല്ല കാറ്റ്. കണ്ട കണ്ട തള്ളമ്മയാണ് തള്ളമ്മ അവിടെ കിടന്ന് എന്തൊക്കെയോ കേൾപ്പിക്കണ കണ്ട കണ്ട. ഒരു ഹായ് എങ്കിലും പറയടി. കണ്ട ഓ നിങ്ങൾ അല്ലു ഫാനാണോ വിജയ് ഫാനാണോ? കണ്ട എൻ്റെ കൊച്ചു ചോദിച്ചതണ്ട, അല്ലു അർജുൻ ഫാനാണോ, അല്ലു അർജുൻ്റെ ഫാനാണോ വിജയുടെ ഫാനാണോന്ന്. ഏത് ഫാനാണെന്ന് ചോദിച്ചിട്ട് ചോദിക്കണം. അവിടെ ഒരാള് തത്തമ്മക്ക് തീറ്റ കൊടുക്കും, നോക്കൂ. തത്തമ്മക്ക് എങ്ങനെ തീറ്റ കൊടുക്കണേ എന്ന് നോക്കൂ. തത്തമ്മയുടെ കൊത്ത് കിട്ടാതെ നോക്കാൻ പറയൂ. മാമോനെ, ഞാനും ഒരനിയനും കൂടിയാണ് പോണേ. മൂത്ത അനിയനും കൂടി, വിഷ്ണു കുഞ്ഞ് പാട്ടൊക്കെ പാടുന്നത്, അവനും കൂടിയാണ് പോണത്. കണ്ട അവൻ വന്നണ്ട, തൊപ്പിയൊക്കെ വെച്ചാണ് തന്നെ. ഞങ്ങളിങ്ങനെ പോയി സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കവറൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ കുറേ ചീരയിലൊക്കെ കണ്ടിട്ടുണ്ട്, അത് പറിക്കാൻ വേണ്ടിയാണ് പോണേ. നിങ്ങളുടെ അവിടെ എന്തിട്ടാ പറയണേന്ന് അറിയില്ല. ഒരു വയലറ്റ് കളറില്ല ഒരു സൈസ് ഇലയില്ലേ, ഞാൻ ചീരയില എന്നാണ് അതിനെ പറയണേ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയണേന്ന് അറിയില്ല. അത് തന്നെ ഇവിടുന്ന് നടന്നു പോകാനുള്ള വഴിയുണ്ട, ഞങ്ങളുടെ ഒരു പ്രത്യേക വഴിയാണ്. നോക്കി നടന്നില്ല, ഇതേ കിടക്കണം ചട്ടിയും ചോറും. പ്രത്യേക വഴിയാണ്. നല്ല കാറ്റാ, അതേ വീഴാൻ പോയി. നല്ല കാറ്റൊക്കെ ഉണ്ട്. കല്ലും കൊണ്ടും കുഴിയൊക്കെ ഉള്ള ഈ കവർ പോക്കറ്റിലാണ്. ഇവിടെ ഒരു വീടുണ്ട്, വലിയൊരു വീടാണ്. അവിടെ ഇവിടെ ഓണറിൻ്റെ വീടാണ്. കാണിച്ചരാട്ടാ. അല്ലമ്മേ, ഇവിടെ ഒരു ഇറക്കം പോലെയാണ്. അവിടെ ഇറങ്ങി അങ്ങോട്ട് പോകും. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇല. ഇതേത് ഈ ഇല തന്നെയാണ് പറയണേ, ചീരല. ഈ ഇലേനേന് പറയണേ ചീരലാന്ന്. നിങ്ങളുടെ നാട്ടിൽ എന്തിട്ടാ പറയണേന്ന് എനിക്കറിയില്ല. ഇത് അരിഞ്ഞ് പൂക്കളത്തിന് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് ഓണപ്പൂക്കളം. ഇവിടെ ഇച്ചിരി കുറവാണ്, നമുക്ക് ഇതവിടെ പോയി പറിക്കാം. ഇവിടെ ഇച്ചിരി ഉള്ളൂ. ഞങ്ങൾ കഴിക്കുന്ന അനിയനൊക്കെ അറിയില്ല. അപ്പം അനിയനൊക്കെ പത്തനംതിട്ടയിലാണ് വളർന്നത്, അതുകൊണ്ട് അവനൊക്കെ അതിനാ അറിയില്ല. ആ ഇല അരിഞ്ഞ് പൂക്കളം ഇടാൻ നല്ലതാണ്. ഇതാണ് ഓണറിൻ്റെ വീട്. കണ്ട, ഇത് ഞങ്ങളുടെ ഓണറിൻ്റെ വീട്. ഓണറിൻ്റെ വീടാണത്. അപ്പച്ചൻ വന്ന് പോയി, ആട് കയറിയിട്ടുണ്ട് അപ്പച്ചൻ. കണ്ട എൻ്റെ പുറകിൽ പാവാടയൊക്കെ മര്യാദയിൽ കിടക്കണം. എന്താ ഇനി റോട്ടിലേക്ക് കയറും.
ബാക്ക് ക്യാമറേ കാണിക്കാനാണെങ്കിൽ പറ്റൂല. ഇതിനകത്ത് എങ്ങനെയാണ് ആ വീഡിയോ എടുക്കാൻ കിട്ടണില്ല. അല്ലെങ്കിൽ ബാക്ക് ക്യാമറ കാണിക്കായിരുന്നു. ബാക്ക് ക്യാമറ ആവുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണേ കേട്ടോ. ഉണ്ടോ റോട്ടിലേക്ക് കയറും. ഇതിലെ ഒരു അമ്മുക്കുട്ടി എന്നും പറഞ്ഞൊരു ബസ്സുണ്ട്. ഒരു ബസ്സേ പോവുള്ളൂ, പ്രൈവറ്റ് ബസ് അമ്മുക്കുട്ടി. ആ ഒരു ബസ്സാണ് പോണേ, വേറെ ബസ്സൊന്നുമല്ല കേട്ടോ. അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ? ഇതെവിടെ ഇവിടെ ഉണ്ടോ? അല്ല അങ്ങോട്ട് ഇവിടെയും ഉണ്ട്. അവിടെയൊക്കെ നിൽക്കുന്നത് അതല്ലേ? ഒക്കെ പറിക്കാനൊന്നും അറിയില്ല, അതൊന്നും പറിക്കണ്ട. അതൊക്കെ എല്ലാവരും വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ ഉള്ളൂ. വേണമെങ്കിൽ നല്ല ചുമപ്പൂക്കി പറിക്കാം. കളറ് കുറവാണ് ഇതിന്. കളറ് കുറവാണ്ടോ? കളറ് കുറവാണ്. കളറ് കുറവാണ്. കളറ് കുറവാണ്. കളറ് വളരെ കുറവാണ്. ഉണ്ടോ? വാ അങ്ങോട്ട് പോവാം. ഒരു നടത്തവും ആവുമല്ലോ. നല്ല കളർ വേണം, അപ്പം നല്ല ഭംഗിയായിരിക്കും ഇടുമ്പോൾ. പൂവിടുമേ നല്ല ഭംഗിയായിരിക്കും. ഇവിടെയൊക്കെ കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓണറിൻ്റെ പറമ്പാണ്. അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ പള്ളിയാണ്. നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാ ഇത് ബസ് സ്റ്റോപ്പ്. എന്താ ബസ് സ്റ്റോപ്പ്? പോപ്പുംപടി ബസ് സ്റ്റോപ്പ്. കനാലിൽ വെള്ളമുണ്ട്. പ്രത്യേക തരം ചേമ്പല കാണിച്ചേ. നോക്കി ഈ ചേമ്പലയുടെ പ്രത്യേകത അത് പറിക്കാൻ കിട്ടണില്ല. നോക്കി ചേമ്പല നല്ല ഒരു പ്രത്യേകത അല്ലേ ഈ ചേമ്പല കാണാൻ? നല്ല ഭംഗിയല്ലേ? നിങ്ങളുടെ നാട്ടിലുണ്ടായി ഇങ്ങനത്തെ ചേമ്പല? ഇങ്ങനെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയല്ലേ ചേമ്പല കാണാൻ? ഇത് കോട്ടയം കുറവലങ്ങാടുള്ള, ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞങ്ങളുടെ എറണാകുളത്ത് ഞാൻ ഇതിലിട്ടും കണ്ടിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഞാനും കാണണേ. നല്ല ഭംഗിയില്ലേ കാണാൻ? കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ. നമുക്ക് കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ബ്രേക്ക് ചെയ്തത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നടക്കാറില്ല അധികം, വണ്ടിക്ക് പോകുന്നവരുണ്ട്. അതാണ് എന്താ ഞങ്ങളിങ്ങനെ നടക്കേണ്ട ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിൽ ഇങ്ങനെ ചീരയില കാണുമ്പോൾ അത് പറിക്കും. അങ്ങനെ
നടന്നത്. ഇവിടെ നീന്തലൊഴിപ്പിക്കുന്ന സ്വിമ്മിംഗ് പൂളുണ്ട്. നീന്തലൊക്കെ പഠിക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്, സ്വിമ്മിംഗ് പൂള്. വൈകിട്ട് അവിടെ തുറക്കും. പിന്നെ ഇവിടെയൊക്കെ നിറച്ചും വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറം ഇപ്പുറം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ വീടും കൂടുതലും പഴയ വീടുകളൊക്കെ ഇഷ്ടംമാരുണ്ട്. പഴയ വീടുകളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ കുന്നും മലയും പോലത്തെ സ്ഥലങ്ങളാരുണ്ടേ, കുറച്ച് സ്റ്റെപ്പൊക്കെ കയറുന്ന പോലത്തെയാണ്. പിന്നെ റബ്ബർ തോട്ടമൊക്കെയാണ്. കണ്ട നോക്കി ഓരോ വീടുകളൊക്കെ ഇരിക്കണുണ്ട. ഓരോ സ്ഥലങ്ങളൊക്കെ വല്ലാത്ത റബ്ബർ തോട്ടം കണ്ട. അങ്ങോട്ട് നടന്നു പോയി. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇളയവനെ വിളിക്കാൻ നിർത്തല്ലേ, അനിയനെ വിളിക്കുക വണ്ടിയും കൊണ്ടുവരാൻ. അവൻ പറഞ്ഞാൽ പോണേ. ഇവിടെ എന്തോരം കാന്താരി നോക്കി വഴിയിൽ കാന്താരിയൊക്കെ നോക്കി, മൂത്ത കാന്താരി ഉണ്ടായിക്കണ്ട. ആരും കാണില്ലെന്നോ, ഇവിടെ നിറച്ചും കാന്താരി. അനിയൻ പറിക്കണ്, ആൾക്കാരെ ഇടി കൊള്ളാത്ത. നമ്മ പറിക്കുമ്പോ ഇല പറിക്കരുത് വിചാരിച്ചോളൂ. മതിയടാ. ഇവിടുത്തെ കാര്യം പറഞ്ഞു, ഇവിടെ ഇഷ്ടം പോലെ തോന്നും. എന്താ ഇവിടേക്ക് എന്തോരം നോക്കി എന്താ, ഇതങ്ങാണ്ട് അരിഞ്ഞങ്ങാണ്ട് ഇടുമ്പോൾ എന്ത് രസമാണ് പൂക്കളം കാണാൻ, എന്ത് ഭംഗിയാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് പൂക്കളമായിട്ട് ഇടാൻ, അരിഞ്ഞിടാൻ. നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് അരിഞ്ഞിടാൻ. ഈ ഇല നല്ല സ്ഥലേ, വയലറ്റ് കളർ ഇടാൻ. ചീരയുടെ പോലെ നല്ല സ്ഥലേ. ഇതൊക്കെ റബ്ബർ തോട്ടവും നിറച്ചും റബ്ബർ വെട്ടായിട്ടുണ്ട്. നിറച്ചുണ്ടിട്ട് ഇവിടെ. പണ്ടൊക്കെ പൂവൊക്കെ പറിക്കാൻ പോകാൻ എന്തൊരു ഇൻട്രസ്റ്റാണ്. പണ്ടൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിൽ എല്ലാവരും കൂടി പൂ പറിക്കാൻ പോകും, പിള്ളേർ എല്ലാവരും. ഞാനും എൻ്റെ കൂട്ടുകാരികളൊക്കെ കൂടി പൂ പറിക്കാൻ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് പണ്ട് പൂ പറിക്കാൻ പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് പാമ്പൊക്കെ കൊത്തിയിട്ടുണ്ട് കാട്ടിലൊക്കെ പോയിട്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ പൂ പറിക്കാൻ പോകുന്നത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി ഒരു കവറും ചേമ്പലയൊക്കെ ആയിട്ട് ഇറങ്ങും. ചേമ്പലയിലൊക്കെ തുമ്പക്കുടവും പൂവും എല്ലാം പറിക്കും. ഇന്നത്തെ പിള്ളേർക്ക് പൂ പറിക്കാൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് പൂ മേടിക്കാൻ പറയും. കടയിൽ പൂവുള്ളതാണ്ട് കടയിൽ നിന്ന് പൂ മേടിച്ച് തരുമോ എന്ന് അറിയുള്ളൂ. ഇന്ന് പൂ പറിക്കാൻ പോകാൻ പറഞ്ഞിട്ട്
പൂ പറിക്കാൻ വിളിച്ചു കഴിഞ്ഞാലും വരുമൊന്നുമില്ല ഇന്നത്തെ പിള്ളേർ. പിന്നെ തുമ്പക്കുടം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇത്രയും ഞാനിവിടം വരെ വന്നിട്ട് ഒരു തുമ്പക്കുടം പറഞ്ഞത് തെറ്റിപ്പോയിട്ട, തുമ്പക്കുടം കണ്ടിട്ടേ ഇല്ല. തുമ്പപ്പൂ ഇതുവരെയായിട്ടും കണ്ടില്ല. ഭയങ്കര കഷ്ടമായി പോയിട്ടാ. ഈ കോട്ടയം ജില്ലയിൽ തുമ്പക്കുടം ഇല്ലേ, എന്താന്നാവോ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന കുറവലങ്ങാട് ഇവിടെ തുമ്പക്കുടം എന്ന് പറഞ്ഞ സാധനമേ ഇല്ലെന്ന് തോന്നുന്നു. കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് അടക്കാടാ, ഫ്രണ്ടിലേക്ക് അടക്കാം, ഫ്രണ്ടിലേക്ക്. ചുമപ്പ് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ, ചെമ്പരത്തി തുമ്പക്കുടം കിട്ടും. ആ അല്ല മൂത്ത കാന്താരിയുടെ അതേ ചെക്കുട്ടൻ കാന്താരി ഇത് നോക്കി. ആരൊക്കെ കൊതുകേ ആ കൊതുകും തൊട്ടിവിടാ. ഞങ്ങളുടെ അവിടെ ഓണറിൻ്റെ അവിടെയും കാന്താരി ഉണ്ടായിട്ടാ. ഇവിടെ ഉള്ളവർക്കൊന്നും ഒരു വിലയില്ല ഒന്നിനും കേട്ടോ. നാട്ടുമ്പുറം അവരുണ്ടായിരിക്കും. നമ്മ ഈ എറണാകുളത്തൊക്കെ ജീവിച്ചാറുണ്ടേ. വാ മതി. നമുക്കിതൊക്കെ കപ്പയും ഈ കാന്താരി കപ്പങ്ങ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എറണാകുളത്തുകാരുണ്ട്, അതൊക്കെ ഭയങ്കര കാര്യമാണ്. ഇവിടെ ഉള്ളവർക്കൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇവിടെ ഒന്നും അത്ര വിലയും ഇല്ല. ആ ഞാൻ അങ്ങോട്ട് പോയേക്കാം, തുമ്പക്കുടം കാണുമോ നോക്കാം, വേറെ എന്തെങ്കിലും പൂ കിട്ടുമോ നോക്കാം. ചെമ്പരത്തി പൂ ഉണ്ടായിരുന്നു അവിടെ. കുറച്ചും കൂടി പോവാം, ദാടം വരെയും പോവാം. അത് കഴിഞ്ഞിട്ട് അനിയനെ വിളിക്കും, വണ്ടിയും കൊണ്ട് വരാൻ പറയും. തിരിച്ചങ്ങോട്ട് നടക്കാൻ വയ്യ, കുറേ നടന്നിട്ടാ. ഇവിടെ പക്ഷെ തുമ്പക്കുടം ഇത്രയും വന്നിട്ട് ഒരു തുമ്പക്കുടം കാണാത്തതാണ് കഷ്ടോട്ടാ. ഭയങ്കര സങ്കടം. തുമ്പക്കുടം ഇല്ലാത്ത സ്ഥലം എന്നാടാ കോട്ടയം ജില്ല. ഒരു കയറ്റമാണ്, അതാണ് ഏറ്റവും വലിയ പാടട്ടാ ഈ കയറ്റം കയറാൻ. കയറിയിട്ട് കയറണില്ലട്ടാ ഞാൻ. ആ തുമ്പക്കുടം കിട്ടിയേ. ഇതാണ് ഞാൻ ഇത്രയും നേരം അന്വേഷിച്ചിരുന്ന തുമ്പക്കുടം. അപ്പോൾ കോട്ടയം ജില്ലയിൽ തുമ്പക്കുടം ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ ഉണ്ട് കേട്ടോ തുമ്പക്കുടം. തുപ്പലുണ്ട് കേട്ടോ. ഇത്രയും മതി, ഒന്നിട്ടാൽ മതി. ഇനി തിരുവോണത്തിൻ്റെ ഒന്നാണ് തുമ്പക്കുടം വേണ്ടത് കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ തുമ്പക്കുടം. ഓ സമാധാനമായി. പൂവായിട്ടിരിക്കുന്നത്, ആഹാ ഭാഗ്യം. ഹായ് ചുമന്ന ചെമ്പരത്തിപ്പൂ. അവിടെയൊക്കെ ഇഷ്ടംമാതിരി ചെമ്പരത്തിപ്പൂ ഉണ്ട് കേട്ടോ. കുറേ ചെമ്പരത്തിപ്പൂ ഉണ്ട് ഇവിടെയൊക്കെ.
ആട്ട് നിറച്ച ആട്. അണച്ചട്ടാ. ഇനി നമുക്ക് തിരിച്ചു പോകാം. സ്വിമ്മിംഗ് പൂള് എനിക്ക് തന്നെ നടക്കാം. സ്വിമ്മിംഗ് പൂളുണ്ട്, കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. സ്വിമ്മിംഗ് പൂൾ അതാ അവരുടെയും. വണ്ടി പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവരുടെയും മഞ്ഞപ്പൂ. ആ റോഡ് ചോദിച്ചു നോക്കായിരുന്നു അല്ലേ. ചോദിച്ചു നോക്കിയിട്ട് പറിക്കായിരുന്നല്ലേ അത്. ആ മഞ്ഞ റോട്ടിലേക്കുന്നത് അതെന്തിട്ടാന്ന് എനിക്കറിയില്ല, ഞാനും മറന്നു. എന്നാ അറിയായിരുന്നു. കുറച്ച് മതി ഇതൊക്കെ, നാളെ ഒരു ദിവസത്തേക്ക്. ചോറിയണം. തോരൻ വെച്ച രീതിയിൽ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്തിട്ടാ പറയണേ? ഈ പൂവിന് എന്താന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടാ നിറച്ചും വെള്ളോ. മഴ പെയ്തിട്ടേ കുറച്ച് മതിയടാ. മതി. നീ തിരിച്ചോ? ചേച്ചത് ചോദിക്കണോ? ഇതേ വാടാമല്ലേ, രണ്ടെണ്ണം കീരി മുറിച്ചിടാം. ഇപ്പം 2 ദിവസത്തേക്ക് പറിക്കണ്ടല്ലോ. പല സൈസ് പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല സൈസ് പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. പൂവിന് ഭയങ്കര മണോ. പണ്ടേ തുടങ്ങി ഭയങ്കര മണമുള്ളതാണ് ഇത്. നിങ്ങൾ എന്തിട്ടാ പറയണേ ഇതിനാ? കണ്ട, നിങ്ങളുടെ നാട്ടിൽ എന്തിട്ടാ പറയണേന്നറിയില്ല, ഭയങ്കര സ്മെല്ലാ ഇതിനെ. ചേച്ചി എവിടെ ഉണ്ടോ? ചേച്ചി ഈ പൂ പറിച്ചോട്ടെ, ഈ പൂ പറിച്ചോട്ടെ. ആ തിരുവരക്കോളും. ആ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ആരറിയില്ലല്ലോ. ഉണ്ട്, മതിയടാ. ഇതിന് വേണ്ട, മതി മതിയടാ, മതി. വാ. ഹായ്. നമുക്ക് പൂവെല്ലാം കിട്ടി. ഇനി നമുക്ക് പയ്യെ നടക്കാം. ബ്ലഡിൻ്റെ കോട്ടയത്ത് നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ഞാൻ ആ ചേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. ബി പോസിറ്റീവ് അല്ലേ?
ഓക്കെ. എത്ര എത്ര പേര് വേണ്ടി വരും? രണ്ട് ചെമ്പരത്തി പൂ പറിച്ചോട്ടെ അവിടെ നിന്ന്. ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന. ഇപ്പൊ പൂ പറിച്ചോളാൻ പറഞ്ഞ് നമ്മ പൂ പറിക്കണ. ചെമ്പരത്തി ഇവിടെ കാടുണ്ട് കേട്ടോ. ഇനി മുകളിലാണ് ആട്. നാളെയും വേണ്ടേ? എല്ലാ ദിവസവും വേണ്ടേ ആട്? ഇവിടെയൊക്കെ ആടുണ്ട്. അങ്ങനെ നമ്മ പൂവൊക്കെ പറിച്ചു. ഇതൊരു വെറൈറ്റി സാധനം. കിൽക്കാൻ പറ്റിയോ അല്ല ഇങ്ങനെ കിൽക്കി കളിക്കാം. ആ അത് തരില്ല. എന്തോരല്ലേ അത്. അവരുടെ ഒരു വീട്ടിൽ വാടാമല്ലി നട്ട് വളർത്തിയിട്ടുണ്ട്. ദൈവം പറഞ്ഞേ വാടാമല്ലി കണ്ട അവർ നട്ട് വളർത്തിയേക്കുന്ന കേൾക്കാൻ പറ്റി. ഞാൻ അങ്ങനെയൊക്കെയാണ് പറയണേ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ഓരോ പൊട്ടത്തരങ്ങളാണ്. വണ്ടി വിളിക്കണമെന്നാണ് വിചാരിച്ചത് തിരിച്ചു പോകുമ്പോൾ. പക്ഷെ ഇറക്കുകാരുണ്ട്, വേഗം ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. നടക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്, വേഗം ഇറങ്ങി പോകുന്നുണ്ട്. ഇറക്കാറുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേറൊരു കയറ്റമുണ്ട്. ആ കയറ്റം കയറാൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പം അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണം ഞാൻ. അതാ പ്രശ്നം. ആളൊക്കെട്ടാ പുള്ളിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഓട്ടത്തിലായിരിക്കും. പുള്ളി എന്തായാലും തിരിച്ചു വിളിക്കും. ഞാൻ ഓക്കെ ഏട്ടാ, ശരി. അമ്മേ അങ്ങനെ ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മീൻവളത്തിൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കും. മീൻവളത്തിൽ തുടങ്ങിയാലോ? മീൻവെള്ളോ? മീനെ വളർത്തിയാലോ? ഈ റോഡിലൊക്കെ നല്ല കുഴിയുണ്ട്. എൻ്റെ മീൻ വളർത്തൽ തുടങ്ങാൻ പോകണം. റോട്ടിലൊക്കെ കുഴിയുണ്ടെന്ന്, അതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പം റോട്ടിലൊക്കെയാണ് മീൻ വളർത്താൻ പോണവൻ. എങ്ങനെയുണ്ട് അവൻ്റെ ബുദ്ധി? ആ ബുദ്ധി എടാ, ഇത് നല്ലതാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യാനും മറക്കരുത്. അതല്ല, ബെല്ലേക്കർ അടിച്ച് അമർത്തി പൊട്ടി. എന്നാ ഏതെങ്കിലും അടിച്ച് അമർത്തി പൊട്ടിക്ക്. അല്ലാതെ എൻ്റെ ഇടക്കിട്ട അക്ഷരമൊക്കെ തെറ്റിപ്പോയിന്ന് വരും. സർക്കമ്പത്തെയൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും. എന്നെ കളിയാക്കുന്നുണ്ട് അവനത്. എനിക്ക് അങ്ങനെ പറയാനൊന്നും കിട്ടൂലേ, ചിലത് അക്ഷര മിസ്റ്റേക്ക് വരും. അപ്പം അതുകൊണ്ട് എന്നെ കളിയാക്കുന്നതാണ് അവൻ. എല്ലാവരും സർക്കമ്പത്തെ ചെയ്യണം. അണച്ച് ഇവിടെ മരം മുറിക്കണം. നോക്കി, ഇതൊക്കെ മരം മുറിക്കണം. ഭയങ്കര സൗണ്ട് മരം മുറിക്കുന്നതിൻ്റെ. മരം വെട്ടത്, മരം റബ്ബർ ഇവിടെ ഇതൊക്കെ.
അങ്ങനെ നമ്മുടെ വഴി എത്താറായി. നമ്മളങ്ങനെ എത്തി നമ്മുടെ വഴിയിലേക്ക്. പോപ്പുംപടി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. കൈ വേനെടുത്തിട്ടില്ല ഫോണിങ്ങനെ പിടിച്ചിട്ട്. നമുക്ക് കോലും കീലും വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഭയങ്കര പാടാ കൈ ഇങ്ങനെ പിടിച്ച്. എന്നതിനെ ഇൻസുലിൻ കുത്തി 2 കൈയും പോയി. വേറെ ഒന്നും കുത്താൻ പറ്റില്ല. കാലുമ കുത്താനാന്ന് പറഞ്ഞാൽ എന്തിട്ടാണ് ആൻറ്റിഗ്രാം അത് കാലുമ തൊടയിൽ ചെയ്തിട്ട് അതിനുശേഷം ഭയങ്കര പെയിനാണ്. അപ്പോൾ തൊടയിൽ അങ്ങനെ എടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഒന്നാമത്തെ കാല് ഭയങ്കര വേദനയാണ്. പിന്നെ വയറിന് ഇൻസുലിൻ എടുക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ വയറ് മൊത്തം കീറിപ്പറിച്ച് വച്ചേക്കാണ്. ഈ ട്യൂബ് ഇട്ടും പിന്നെ സിസേറിയൻ പിന്നെ ട്യൂബ് അങ്ങനെയൊക്കെ ഇട്ട് മൊത്തം സ്റ്റിച്ചും പണ്ടാറവും ഒക്കെ ആയിട്ട് കീറിപ്പറിച്ച് വച്ചേക്കാണ്. ഓപ്പറേഷൻ ചെയ്ത് അപ്പം വയറ്റിനെടുക്കാൻ പറ്റൂല, കൈക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. മാറി കുത്തി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ കൈയെല്ലാം പോയി, അവശതയാണ്. അപ്പം നമ്മൾ പോപ്പുംപടി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടാ നമ്മുടെ വഴിയിലേക്ക് കയറി. നമ്മുടെ ഓണറിൻ്റെ വീട് ആയി. എന്താ ഓണറിൻ്റെ വീട് വലിയ വീടാണ്. അവിടെ കുറേ പൂന്തോട്ടവും ചെടിയും ഇലച്ചെടികളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വഴിയുടെ മുകളിലായിട്ടാണ് യുവറേജ്. നമ്മുടെ വീടിൻ്റെ മുകളിൽ സെറ്റാണ്. അതുകൊണ്ട് അമ്മേ അയ്യോ എൻ്റെ അമ്മേ അനിയൻ കുറച്ച് എന്നൊന്ന് പിടിക്കട. ഈ കയറ്റം കയറാൻ വേണ്ട, ഈ കയറ്റം കയറാൻ ഭയങ്കര പാടാ. അയ്യോ ശരിയായേ. ഈ കയറ്റം കയറുന്നില്ലേ ഒരു 1.5 കയറ്റമാണ്. മലയിൽ കയറുന്ന പോലെ. ശരിയായി. ഞാൻ അണയ്ക്കുന്ന ഒച്ച വരെ ചിലപ്പോൾ വീഡിയോയിൽ കേൾക്കാട്ടാ, ഒന്നും തോന്നരുതട്ടാ. പട്ടി കഥയ്ക്കുന്നല്ലട്ടാ, ഞാനാണ് കേട്ടാ. നിങ്ങൾ വിചാരിക്കും പട്ടീനെയും കൊണ്ടുപോയി എന്ന് വിചാരിക്കരുത് കേട്ടാ. പട്ടി വീട്ടിലുണ്ട്, ഇത് ഞാനാണ്. നിങ്ങൾ അച്ചുവാണ് കേട്ടാ, അതായത് പട്ടിയല്ല, പട്ടി വീട്ടിൽ തന്നെയുണ്ട്. അയ്യോ എന്നൊന്നും എടുക്കോ. ഒരാവേശത്തിൻ്റെ പേരിൽ പോയതാണേ. ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ മടിച്ചു പോകാൻ. എനിക്ക് വയ്യ, പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ വയ്യ. അമ്മേ അമ്മേ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കണം. അമ്മേ ഞങ്ങളുടെ ഈ വഴി കയറേണ്ട വേണ്ട, ഈ വഴി വളരെ മോശവും ദുർഗന്ധമല്ല ദുർഗന്ധം അയ്യോ ദുർഗന്ധമല്ല ദുർഗന്ധവും എന്തുട്ടാടാ പറയാ, ദുർഘടം. ആ ഒന്ന് പറഞ്ഞു കൊടുത്തേടാ. ദുർഘടവും
കടൂരൊക്കെ അവിടെ നിന്നും പോയി തേങ്ങ ഉണ്ടോ ചേച്ചി? തെങ്ങിൽ തേങ്ങയില്ലാത്ത തെങ്ങ വിളഞ്ഞത് വിളയാത്ത തെങ്ങും. അമ്മേ ഒരു ഓലത്തുണിയോ കീറത്തുണിയോ എടുത്തു. അയ്യോ എന്നെ അങ്ങാട് കിടത്തിക്കോ. അയ്യോ അയ്യോ എന്തുട്ടാണത്? ഇലയാണല്ലേ. ഞാൻ നോക്കിയപ്പോ ഇത് പാമ്പോലും. അവിടെ ഒരു ഇല. എൻ്റെ കണ്ണ്. അമ്മേ അയ്യോ. മണ്ടയിൽ കയറണം ഇനി മുകളിൽ. ഇവനൊക്കെ ഈ പത്തനംതിട്ടയിൽ വളർന്നാണ്ടേ മുകളിൽ കയറാൻ പറയുന്നതിന് മണ്ടേ കയറണം. തെങ്ങിൻ്റെ മണ്ടേ കയറണമെന്ന്. ഞാനൊക്കെ എറണാകുളത്ത് പറയുന്നത് മണ്ടേ കയറണം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ മണ്ടയിൽ എന്നാണ് പറയണേ. ഇവനൊക്കെ മുകളിൽ കയറുന്നതിന് മണ്ടേ കയറണമെന്ന് പറയും. ഇവൻ്റെ മണ്ട തലമണ്ടയിൽ. ഞാനൊക്കെ തലമണ്ടേന്നാണ് പറയണേ. തലമണ്ടയിൽ അവൻ്റെ തലമണ്ടയിൽ കയറണമെന്ന്. അവൻ്റെ തലമണ്ടയിൽ. എന്താ ഇവിടെ വാതിലൊക്കെ അടച്ചിട്ടേക്കണേ? ഇവിടെ ആരുമില്ലേ? അയ്യോ ഇവിടെ വാതിലൊക്കെ അടച്ചിട്ടേക്കണേ ഗേയ്സ്. ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. നമ്മ പുറത്തായ ഇവിടെ എൻ്റെ കൊച്ചു മെളയനീനുണ്ടായി. ഇവിടെ വാതിലടച്ചിട്ടിട്ടുണ്ട്. അമ്മേ വണ്ടിയുണ്ടോ? ചെരുപ്പുണ്ട്. അമ്മേ ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ അണച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ ഇതാ 5 മിനിറ്റ് കിടന്നിട്ട് ഓക്കെ. അയ്യോ ഞാൻ കിടന്നു. ഇനി വയ്യ. ഓക്കെ ബൈ.